വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ മനോഹരമായിട്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തൊരു വീടിൻ്റെ കാഴ്ചകളാണ്. ഇത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ്. അജികുമാർ ആൻഡ് രഞ്ജിനി അജികുമാർ ദമ്പതികളുടെ വീടാണ്. ഈ ഒരു മനോഹരമായ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് GW ആർക്കിടെക്ചർ സ്റ്റുഡിയോ ആണ്. അതായത് അഖിലാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ ഡിസൈനിങ് ഫുൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുന്നേ നമ്മുടെ ചാനലിലൂടെ ഒരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കര തന്നെയുള്ള. നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരു എന്താ പറയുക ഭയങ്കര റെസ്പോൺസ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീട് ഡിസൈൻ ചെയ്തതും അഖിൽ തന്നെയായിരുന്നു. അത് കണ്ടിട്ടാണ് ഇവർ ഈ ഒരു വീട് ഡിസൈൻ ചെയ്യാനായിട്ട് അഖിലിനെ വിളിച്ചത്. 2650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിലായിട്ട് 2 ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഗേറ്റും ഇങ്ങനെ ഒരു ചെറിയ ഗേറ്റും. ഒരു പകുതി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കേട്ടോ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല വീട് നല്ല പൊക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്ന് റോഡിൽ നിന്ന് തന്നെ നല്ലൊരു വ്യൂ ആണ് ഈ വീടിന് കിട്ടുന്നത്. ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ്. 2 സൈഡിലും ബഫല്ലോ ഗ്രാസ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് SG ഗാർഡൻസ് ആണ്. അതിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ SG ഗാർഡൻസ് വളരെ മനോഹരമായിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നു. 15 സെൻറ്റ് പ്ലോട്ടാണുള്ളത്. ഫ്രണ്ടിൽ തന്നെ ആണ് ഇവിടെ കിണർ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ എലിവേഷനിലോട്ട് പോകുമ്പോൾ ആ ഒരു ഫ്രണ്ടിൽ പില്ലേഴ്സിൽ ചെയ്തിരിക്കുന്നത് ഒറിജിനൽ പാറയാണ് കേട്ടോ. ആ ഒരു റസ്റ്റിക് ഫീലിന് വേണ്ടിയിട്ട് പാറ യൂസ് ചെയ്തിരിക്കുകയാണ്. പാറ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. മുകളിലായിട്ട് ആ ഒരു ബ്രിക്കിൻ്റെ ഇത് കാണുന്നത് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ഇങ്ങനൊരു കോർട്ട്യാർഡ് പോർഷൻ പോലെയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് ഡോറ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറും വിൻഡോസും ഒക്കെ ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു കോർണർ സോഫയും അതിനോട് ചേരുന്ന നല്ലൊരു കോഫി ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു പാർട്ടീഷൻ വർക്കുകളാണ്. നല്ല ഭംഗിയായിട്ട് മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു മിഡിൽ പോർഷനിലായിട്ട് CNC കട്ടിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് റീഗൽ ആർട്ട് ഇൻറ്റീരിയേഴ്സ് ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ വർക്കും ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു പാർട്ടീഷൻ യൂണിറ്റ് കാണാം. ഈ പോർഷനിലാണ് ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഭംഗിയായിട്ട് തന്നെ മറൈൻ പ്ലൈയിലാണ് കേട്ടോ ഈ വർക്കുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു ദിവാങ്കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് 2 സൈഡിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് പോർഷനിലോട്ടാണ്. അതിന് മുന്നേ നമുക്ക് ഈ ഒരു 2 സൈഡും കണ്ടോ, ആ ഒരു പോർഷനിലൊരു കോർട്ട്യാർഡും ഈ ഒരു പോർഷനിൽ പ്രെയർ യൂണിറ്റും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നല്ലൊരു പ്രെയർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് പെബിൾസും നാച്ചുറൽ സ്റ്റോണും പ്ലാന്റ്സും ഒക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഇവിടുത്തെ കോർട്ട്യാർഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൈനിങ് വളരെ സ്പെഷ്യലാണ്. 2 സൈഡിൽ നിന്നും നല്ലൊരു വൈബ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ മുകളിലായിട്ട് ജിപ്സവും ഈ ഒരു മിഡിൽ പോർഷനിലായിട്ട് WPCയുടെ ലൂവേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രെയർ ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്
ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസ് ചെയ്തിരിക്കുന്നു. ഇതും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ വിൻഡോസും മുകളിൽ ഗ്ലാസ് ഫിക്സഡ് ഗ്ലാസ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് ഒക്കെ ചെയ്തിരിക്കുന്നത് UPVC വിൻഡോസ് ആണ്. ഇവിടെ ഒരു ബുദ്ധ കൊടുത്തിരിക്കുന്നു, 2 സൈഡിലും പ്ലാന്റ്സ് വെച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെയും പെബിൾസും അതുപോലെ നാച്ചുറൽ സ്റ്റോണും കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഫ്ലോറിങ്ങിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കജാരിയയുടെ ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷ് വരുന്ന കജാരിയ ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്, വാഷ് ബേസിൻ വരുന്നത്. താഴെ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു, നല്ലൊരു മിറർ കൊടുത്തിരിക്കുന്നു. ബാക്കിലെ വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടെക്സ്ചർ പെയിൻറ്റിങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു സ്പേസിലേക്കാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് നമ്മുടെ അടുക്കള. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. വോളിലായിട്ടൊക്കെ വോൾ ടൈൽസ്, മൊറോക്കൻ സീരീസ് വരുന്ന വോൾ ടൈൽസ് കിച്ചൺ വോൾ ടൈൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു കിച്ചൺ നേരിട്ട് കാണുന്ന ഭംഗി എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ കിട്ടുമെന്ന് അറിയാൻ വയ്യ കേട്ടോ. കാരണം ആ ഒരു ലൈറ്റിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ കാരണം ശരിക്കും ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. എല്ലായിടത്തും LED സ്ട്രിപ്സ് പോകുന്നുണ്ട്, ഉള്ളിലും അതുപോലെ ഈ താഴ്ഭാഗങ്ങളിലൊക്കെ തന്നെ. ഇവിടെ ഇങ്ങനെ ഒരു വുഡ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നല്ല ഭംഗിയായിട്ടുണ്ട്. കട്ട്ലറി യൂണിറ്റ്സും അതുപോലെ ഷട്ടേഴ്സും ഒക്കെ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഈ ഒരു ക്യാമറയിലൂടെ കാണുമ്പോൾ ഒരു ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ ഒരു കളറാണ് നമ്മൾ കാണുന്നത് കിച്ചൻ്റെത്. പക്ഷേ ശരിക്കും ഇതൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കളറാണ് കേട്ടോ. നമ്മുടെ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് 290x298 അതുപോലെ വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് 340x200 ആണേ. നമുക്കിത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നുണ്ട്. വർക്കിംഗ് കിച്ചൺ വരുന്നത് ജസ്റ്റ് ഇങ്ങനൊരു മിഡിൽ പാർട്ടീഷൻ മാത്രം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വർക്കിംഗ് കിച്ചൺ വന്നിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കും. ഈ ഒരു വർക്കിംഗ് കിച്ചണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പേസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോർ റൂം ഇല്ല, പക്ഷേ സ്റ്റോർ റൂമിന് പകരം നമുക്ക് അത്രയും സാധനങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു കബോർഡ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എത്ര സ്പേഷ്യസ് ആണെന്നുള്ളത്. മുകളിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ഒരുപാട് വലിയ വലിയ സാധനങ്ങളൊക്കെ വെക്കാനും ഗ്രോസറീസ് വെക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ. അതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പുൾ ഔട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഇതിനകത്ത് നമുക്ക് നമ്മുടെ ചൂലും തുടയ്ക്കുന്ന മോപ്പ് കാര്യങ്ങൾ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ വൃത്തികേടായിട്ട് കിടക്കും. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാൻ കഴിയും. വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും, അങ്ങനെ ടോട്ടൽ 4 ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ വീടിൻ്റെ പ്ലാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജായ നിഷാസ് ഡ്രീം വേൾഡിലൂടെ കോൺടാക്ട് ചെയ്താലും മതിയാവും. നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. നിഷാസ് ഡ്രീം വേൾഡ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേരും. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 360x372 ആണ്. ഇതേ സൈസിൽ തന്നെയാണ് മുകളിലും ബെഡ്റൂംസ് വന്നിട്ടുള്ളത്. നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ലിവിങ് സ്പേസ് ആണിത്. ഇവിടെയും 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. ഈ ഒരു സൈഡിൽ കണ്ടില്ലേ നമ്മുടെ പിന്നെ പ്രെയർ യൂണിറ്റ് വരുന്ന ആ ഒരു പ്രെയർ ഏരിയ വരുന്ന ആ ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന പോർഷനാണ്. ഇപ്പോൾ നമ്മൾ താഴേന്ന് ഇങ്ങനൊരു സംഭവം കണ്ടു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ആ റൂമിലോട്ട് ചെല്ലുമ്പോൾ കാണാം കേട്ടോ. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കിങ്ങനെ
ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നല്ലൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. താഴത്തെ ഒരു പ്രെയർ പോർഷനിൽ നിന്നപ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടില്ലേ, അതാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ ഒരു വിൻഡോ മെറ്റൽ ഷീറ്റിൽ CNC കട്ടിങ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ആ താഴത്തെ പ്രെയർ ഏരിയ കാണാൻ പറ്റും. ആ ഒരു ഡബിൾ ഹൈറ്റിലുള്ള പോർഷനാണ് കേട്ടോ ഇവിടെ വരുന്നത്. അതുപോലെ ഇവിടെ നല്ലൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്കിങ്ങനെ ഈ 2 ഡോർസ് ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ ഇവിടെ വിശാലമായൊരു ബാൽക്കണി സ്പേസ് ആണ്. കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഇവിടെ ചെയർസ് 2 ചെയർ ഇട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ബാൽക്കണി സ്പേസ് ഇവിടെ ഉണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് ഈ വീടിൻ്റെ ഓണറായ രഞ്ജിനി അജികുമാറും അതുപോലെ തന്നെ അഖിലുമാണ്. GW ആർക്കിടെക്ചർ സ്റ്റുഡിയോയുടെ അഖിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. വീട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്ത സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ യൂട്യൂബ് ചാനലുകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് പിന്നെ നിഷ സ്ട്രീമിൻ്റെ ആ ഒരു യൂട്യൂബ് കാണുകയും കൊട്ടാരക്കരയുള്ള ഒരു വീടിൻ്റെ അതാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെയാണ് ഞങ്ങൾ അഖിലിനെ പരിചയപ്പെടുന്നതും അങ്ങനെ അഖിലിനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് ചോദിച്ച കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതുമൊക്കെ. അതുപ്രകാരം അഖിലുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു. എല്ലാ കാര്യത്തിനും അഖിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അവസാനം ബാക്കി വീട് ഫിനിഷ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വലിയ ഹാപ്പിയായ കാര്യം, ഞങ്ങൾ വിചാരിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ശരിയായി, എല്ലാം ഞങ്ങൾക്ക് തൃപ്തിയായി. എന്നെ പിന്നെ മാമും അജി സാറും പിന്നെ രഞ്ജിനി മാമും കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂട്യൂബ് കൊട്ടാരക്കര ചെയ്ത പ്രോജക്റ്റ് കണ്ടിട്ടാണ്. അപ്പം നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ റിവ്യൂ അനുസരിച്ച് എന്നെ ഫസ്റ്റ് ടൈം കോൺടാക്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ എന്തിന് റിക്വയർമെൻറ്റുകളുണ്ട്, ആ രീതിയിലുള്ള ഡിസൈൻ വേണമെന്നായിരുന്നു. അപ്പം നമ്മുടെ മാക്സിമം നമ്മൾ ആ ഔട്ട്പുട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്പനി മാക്സിമം ശ്രമിച്ചു. അതേപോലെ ഔട്ട്പുട്ട് കിട്ടിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജി സാറിനും രഞ്ജിനി മാനും കുറച്ച് റിക്വയർമെൻറ്റുകളുണ്ടായിരുന്നു. കിച്ചണിൻ്റെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട് രഞ്ജിനി മാൻ. അതുപോലെ തന്നെ അജി സാറിന് ഒരു കോർട്ട്യാർഡ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഓപ്പൺ സ്കൈ ഓപ്പൺ ആയിട്ടുള്ള റൂമുകൾ, മാക്സിമം ലൈറ്റ് വെന്റിലേഷൻ കാണുന്ന രീതിയിലുള്ള റൂമുകളായിരിക്കണം ആ കോർട്ട്യാർഡ്. അപ്പം മാക്സിമം ലൈറ്റ്, സൺലൈറ്റ് ആയാലും നാച്ചുറൽ ലൈറ്റുകൾ ഇൻസൈഡ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ രീതിയിലാണ് മാക്സിമം ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഡയറക്ഷൻ നോക്കി നമ്മൾ മാക്സിമം കോർട്ട്യാർഡുകൾ ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ നോർത്തിലൂടെയാണ് ഫേസ് നിൽക്കുന്നത്. അപ്പം ഈസ്റ്റിലും വെസ്റ്റിലുമുള്ള ലൈറ്റ് നമ്മൾ ഇൻസൈഡിൽ വരുന്ന രീതിയിലുള്ള ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുത്ത് അത് സാറിനെ കാണിക്കുകയും സാറിനത് ഓക്കെ ആവുകയും അങ്ങനെ ഞങ്ങൾ 3D ഡിസൈനും ആക്കി. ആ ഒരു 3D മോഡൽ അതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആക്ച്വലി. അപ്പം അത് സാറിന് ഇത് 100% ഓക്കെ ആണെന്നുള്ള വിചാരം. ഈ ഒരു വീട് 2650 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ കമൻസിലൂടെ പറയാൻ മറക്കരുത്. എന്തെങ്കിലും ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും ഇട്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കണ്ടു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് മറക്കരുത്. അതുപോലെ ഇതുവരെയും ആ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസും ലൈക്സും എന്നൊക്കെ പറയുന്നത് എനിക്ക് വളരെ വലിയൊരു സപ്പോർട്ടാണ്. അത് മറക്കരുത്.
മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണുള്ളത്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീട് പണി നടക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വീടിൻ്റെ ഡിസൈനിങ്, അതായത് ലാൻഡ്സ്കേപ്പിംഗ് മുതൽ ഫുൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് GW ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ ആണ്, അഖിലാണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയുള്ള വീടുകളൊക്കെയാണ് കാണാൻ താല്പര്യം എന്നൊക്കെ തന്നെ നിങ്ങളുടെ കമൻസിലൂടെ പറയുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ടുള്ള വീടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.